ഹവാനയിലെ വിപ്ലവ ചത്തുരത്തിൽ ലോകം വിട നൽകി. ഫിദൽ കാസ്ട്രോ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. വിപ്ലവ നായകന് ആദരവർപ്പിച്ച് ലോകം ക്യൂബയിൽ. ഫിദൽ കാസ്ട്രോയ്ക്ക് അന്തിമോപചാരമർപ്പിക്കാൻ ലോക നേതാക്കൾ ഉൾപ്പെടെ പതിനായിരങ്ങൾ ഹവാനയിൽ ഒത്തുകൂടി. വിപ്ലവ നായകനെ വികാരവായ്പോടെയാണ് ലോക നേതാക്കൾ അനുസ്മരിച്ചത്. വിപ്ലവ ചത്തുരത്തിലായിരുന്നു അനുസ്മരണ റാലി. സാമ്രാജ്യത്വത്തെ സമാനതകളില്ലാത്ത പോരാട്ടങ്ങളിലൂടെ ലോകത്തിനു മുമ്പിൽ അടിയറവ് പറയിപ്പിച്ച വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോയ്ക്ക് ആദരമർപ്പിക്കുകയാണ് ലോകം. ഫിദൽ വിട്ടുപോയതിന്റെ വേദനയിലാണ് ഇപ്പോഴും ക്യൂബൻ ജനത. തന്റെ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ കൊണ്ട് സാമ്രാജ്യത്വ മുന്നേറ്റങ്ങളെ ചെറുക്കാൻ കാസ്ട്രോ എപ്പോഴും തെരഞ്ഞെടുത്ത ഹവാന വിപ്ലവ ചതുരത്തിലാണ് ചരിത്രം കുറിച്ച് അനുസ്മരണ റാലി സംഘടിപ്പിച്ചത്. ജനസാഗരമാണ് തങ്ങളുടെ പ്രിയ നേതാവിന് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെ ജനലക്ഷങ്ങൾ ഹവാനയിൽ അണിചേർന്നു. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ, ബൊളീവിയൻ പ്രസിഡന്റ് ഇവോ മൊറൈൽസ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ജേക്കബ് സുമ, സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ, നമീബിയ പ്രസിഡന്റ് ഹേജ് ഹിങ് ഹോഗ് തുടങ്ങി ലോക നേതാക്കളെല്ലാം വിപ്ലവ സൂര്യനെ അനുസ്മരിച്ചു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കുന്ന ഇന്ത്യൻ ഔദ്യോഗിക സംഘത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ക്യൂബയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേരളത്തിൽ നിന്ന് MA ബേബിയാണ് സംഘത്തിലുള്ളത്. കാസ്ട്രോയുടെ ജന്മനഗരമായ സാന്റിയാഗോയിലും വൻ അനുശോചന റാലികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ജനത സ്വന്തം ഭരണാധികാരിയെ ഇത്രമേൽ സ്നേഹിക്കുമോ എന്ന് ലോകം സംശയിച്ചേക്കാം. ക്യൂബയിൽ നിന്നുള്ള കാഴ്ചകൾ അതിന് ഉത്തരമാണ്. മൗനജാഥകൾ, ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, വിതുമ്പലുകൾ, ഹൃദയം വിങ്ങുന്ന തേങ്ങലുകൾ, അങ്ങനെ ക്യൂബയുടെ തെരുവുകളിൽ ഇതുവരെയില്ലാത്ത വികാര വിക്ഷുബ്ധത. ഏറ്റവും കൂടുതൽ ഒരു ലോകരാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിരുന്ന മനുഷ്യന് സമാനതകളില്ലാത്ത ആദരം. ഇന്റർനാഷണൽ ഡെസ്ക്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മെഡ്യൂറോ വാചാലനായത് മുഴുവൻ ഫിദലുമായുള്ള ഊഷ്മള ബന്ധം അനുസ്മരിച്ചുകൊണ്ടായിരുന്നു. ലോകം കണ്ട യഥാർത്ഥ വിപ്ലവകാരിയായിരുന്നു ഫിദലെന്ന് തന്റെ പ്രസംഗത്തിൽ ഉടനീളം മെഡ്യൂറോ ചൂണ്ടിക്കാട്ടി. ഏറെ വികാരപരമായിരുന്നു ഹവാനയിലെ വിപ്ലവ ചത്തുരത്തിൽ ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്ത് നിലവിലെ ക്യൂബൻ പ്രസിഡന്റും ഫിദൽ കാസ്ട്രോയുടെ സഹോദരനുമായ റൗൾ കാസ്ട്രോ നടത്തിയ പ്രസംഗം. സാമ്രാജ്യത്വത്തിന് എതിരെയും അധിനിവേശത്തിനെതിരെയും വർണ്ണ വിവേചനത്തിനെതിരെയുമായിരുന്നു ഫിദലിന്റെ പോരാട്ടമെന്ന് റൗൾ ഓർമ്മിപ്പിച്ചു. സാധാരണക്കാരിലൂടെ ലക്ഷ്യമിട്ട ജനകീയ വിപ്ലവമായിരുന്നു കാസ്ട്രോ ആസൂത്രണം ചെയ്തതെന്നും റൗൾ വിവരിച്ചു. ഓരോ നിമിഷവും ക്യൂബയുടെ ഉയർച്ചയായിരുന്നു ഫിദൽ കാസ്ട്രോ എന്ന വിപ്ലവ സൂര്യന്റെ സ്വപ്നം. എന്നും കാസ്ട്രോ എന്ന പേരിനോട് ചേർത്താണ് ലോകം ക്യൂബയെ ഓർത്തത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഉപരോധങ്ങളെ നേരിട്ട് ക്യൂബയെ ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിർത്തിയത് ഫിദൽ എന്ന ലോക നേതാവിന്റെ ഉൾക്കാഴ്ചയായിരുന്നു. ക്യൂബ എന്ന കൊച്ചു രാജ്യത്തിന്റെ ചരിത്രം ഫിദൽ എന്ന മൂന്നക്ഷരത്തിൽ ലോകത്തോളം വളർന്നു നിൽക്കുന്നു. അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് ഫിദൽ കാസ്ട്രോ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞ വാക്കുകളാണ് ലോകത്തെ അടിച്ചമർത്തപ്പെടുന്ന ഓരോരുത്തരുടെയും, എല്ലാറ്റിനുമുപരി ക്യൂബ എന്ന രാജ്യത്തിന്റെയും സുവിശേഷം. 1959 ഫുൾജൻസിയോ ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഫിദൽ അലക്സാൻഡ്രോ കാസ്ട്രോ റൂസ് എന്ന ഫിദൽ കാസ്ട്രോ ക്യൂബയുടെ ചരിത്രത്തിലേക്കും ക്യൂബൻ പൗരന്റെ രക്തത്തിലേക്കും അലിഞ്ഞു ചേരുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഇന്ന് ഈ മരണനിമിഷം വരെ ക്യൂബയുടെ അതിജീവനത്തിന്റെ പതാക ഏന്തുകയായിരുന്നു ഫിദൽ. ഒരു പുരുഷായുസോളം നീണ്ട വിപ്ലവ യാത്രയിൽ ക്യൂബയെ അമേരിക്കയിൽ നിന്നും പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു ഫിദൽ എന്ന വിപ്ലവ സൂര്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. 1961 അമേരിക്ക ബേ ഓഫ് പിക്സിലേക്ക് കടന്നു കയറിയപ്പോഴാണ് ഫിദൽ കാസ്ട്രോ എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ നയതന്ത്ര മിടുക്ക് ലോകം കണ്ടത്. അമേരിക്കയുമായുള്ള ക്യൂബയുടെ എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ച ഫിദൽ പിന്നീട് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളുടെ വൻ കൂട്ടായ്മ സൃഷ്ടിച്ചാണ് തന്റെ മണ്ണിനെ പൊന്നുപോലെ കാത്തത്. അമേരിക്കൻ ഭരണകൂടങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ സധൈര്യം നേരിട്ട ഫിദൽ ക്യൂബ എന്ന കൊച്ചു രാജ്യത്തെ ലോകഭൂപടത്തിൽ ചുവന്ന നക്ഷത്രമാക്കി അടയാളപ്പെടുത്തി. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൂടെ ക്യൂബൻ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തിയ ഫിദൽ ആഡംബരങ്ങളുടെ പുറംപൂച്ചിൽ മയങ്ങാതെ മണ്ണിൽ തൊട്ട് ജീവിക്കാനാണ് തന്റെ ജനതയെ പഠിപ്പിച്ചത്. ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ഇരുണ്ട കാലത്ത് നിന്ന് തന്റെ ജനതയെ കൈപിടിച്ച് നടത്തിയ ഫിദൽ ലോകത്തിന് തന്നെ മാതൃകയായ ആരോഗ്യ ശൃംഖലയാണ് ക്യൂബയിൽ സൃഷ്ടിച്ചത്. ഇന്നും ക്യൂബയെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ആ അഭിമാനം ഫിദൽ കാസ്ട്രോ എന്ന വസന്തമാണ്. സ്വന്തം ജീവിതം തന്നെ ചരിത്രമാക്കിയ
ക്യൂബയെ മഹത്തരമാക്കിയ വലിയ നേതാവിന് ഞങ്ങളുടെയും പ്രണാമം. കൾച്ചറൽ ഡെസ്ക്. ലോകത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ഇതിഹാസം ഫിദൽ കാസ്ട്രോയ്ക്ക് കേരളം ആദരാഞ്ജലി അർപ്പിച്ചു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വൻ ജനക്കൂട്ടമാണ് ഫിദലിന് ആദരാഞ്ജലി അർപ്പിക്കാൻ സെനറ്റ് ഹാളിൽ. കാസ്ട്രോയെ വീരാരാധനയോടെ കാണുന്ന മലയാളി ചിന്തയുടെ പ്രതിഫലനം എന്നോണമാണ് സംസ്ഥാന സർക്കാർ പരിപാടി സംഘടിപ്പിച്ചത്. ഒരു പുരുഷായുസ് മുഴുവൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കണ്ണിലെ കരടായിരുന്നു കാസ്ട്രോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോകത്തിനാകെ, പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന് വിധേയമായി സ്വത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കാകെ വിലപ്പെട്ട ഒരു പാഠമാണ് നൽകുന്നത്. എപ്പോഴും പഠിക്കുകയും താൻ പഠിച്ചത് പ്രാവർത്തികമാക്കുകയും ചെയ്ത നേതാവാണ് ഫിദലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അനുശോചിച്ചു. ലിബറേഷൻ തിയോളജി അഥവാ വിമോചന ദൈവശാസ്ത്രം ലാറ്റിൻ അമേരിക്കയിലെ മതങ്ങൾക്കകത്ത് രൂപപ്പെട്ടു വന്ന ഒരു മതപ്രബോധനം മാത്രമായിരുന്നു. ആ മതപ്രബോധനത്തെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി പരിണമിപ്പിക്കുന്നതിൽ ഫിദൽ വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്തിനെയാണ് ഫിദലിന്റെ വിയോഗത്തോടെ നഷ്ടമാകുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു ജനതയ്ക്ക് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ ആയുധങ്ങളും സൈന്യബലവുമല്ല വലുത്, ആത്മാഭിമാനമാണ് എന്ന് ഉറക്കെ പറഞ്ഞ ഒരു മഹാനായ പോരാളിയായിരുന്നു ഫിദൽ കാസ്ട്രോ. മന്ത്രിമാരായ വി എസ് സുനിൽകുമാർ, മാത്യു ടി തോമസ്, MLA-മാരായ ഒ രാജഗോപാൽ, M ഉമ്മർ എന്നിവർ ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാം ലോക ഐക്യത്തിന് എന്നും വാദിച്ച നായകനായിരുന്നു ഫിദൽ കാസ്ട്രോ. കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ ഏഷ്യൻ രാജ്യങ്ങളിലും സൈനിക സ്വേച്ഛാധിപത്യങ്ങൾക്കെതിരെ ലാറ്റിൻ അമേരിക്കയിലും ഉയർന്ന പോരാട്ടങ്ങളുടെ ഉറ്റ സഖാവ്. ചേരിചേരാ പ്രസ്ഥാനത്തിൽ കൈക്കൊണ്ട നിലപാട് കാസ്ട്രോയെ ഇന്ത്യക്ക് പ്രിയങ്കരനാക്കി. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ ദിശാബോധം പകർന്ന സ്വാതന്ത്ര്യവാദി എന്ന നിലയിലാണ് ഇന്ത്യക്ക് കാസ്ട്രോ ഏറെ പ്രിയങ്കരനാകുന്നത്. 1961 ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ക്യൂബയൊഴികെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ വിട്ടുനിന്നു. 1947 അമേരിക്കയുമായി സൈനിക സഹകരണ കരാറുണ്ടാക്കിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പലതിലും സൈനിക സ്വേച്ഛാധിപത്യ വാഴ്ചകളുണ്ടായിരുന്നു. കാസ്ട്രോ അധികാരമേറ്റ ശേഷം ക്യൂബയാണ് ആദ്യം പുറത്തു കടന്നത്. നാമിനെ അധാർമിക സൃഷ്ടി എന്നാക്ഷേപിച്ച അമേരിക്ക ബെൽഗ്രേഡിൽ 1-ാം ഉച്ചകോടി ചേരുന്നതിന് തൊട്ടുമുൻപ് 1961 ഓഗസ്റ്റിൽ ക്യൂബയൊഴികെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ചേർത്ത് സഖ്യമുണ്ടാക്കി. ബേ ഓഫ് പിക്സിൽ നാണം കെട്ടവർ മുൻകൈയെടുത്ത് ക്യൂബയെ അമേരിക്കൻ രാഷ്ട്ര സംഘടനയിൽ നിന്ന് പുറത്താക്കി. ഭൂഖണ്ഡത്തിൽ പുതിയ ക്യൂബകൾ ഉയർന്നു വരുന്നത് തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. വിമോചന പോരാട്ടങ്ങൾ അടിച്ചമർത്താൻ അമേരിക്കയുടെ സർവ്വസഹായവും. 70കളോടെ ലാറ്റിൻ അമേരിക്കയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി. 70-ൽ ചിലിയിൽ തിരഞ്ഞെടുപ്പിലൂടെ സോഷ്യലിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. ക്യൂബയ്ക്ക് മേലുള്ള അയിത്തം അവസാനിപ്പിക്കാൻ മറ്റ് ഗവൺമെന്റുകളും തയ്യാറായി. കൂടുതൽ രാജ്യങ്ങൾ ചേരിചേരാ പ്രസ്ഥാനത്തിനൊപ്പം ചേർന്നു. ഇതോടെ നാം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുമായി അടുക്കുന്നത് തടയാനായിരുന്നു ശ്രമം. 73-ൽ അൽജിയേഴ്സിൽ ചേർന്ന 4-ാം ഉച്ചകോടിയിൽ അമേരിക്കൻ ചൊൽപ്പടിയിലുള്ള രാജ്യങ്ങൾ 2 സാമ്രാജ്യത്വങ്ങൾ എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചെങ്കിലും കാസ്ട്രോ ആ വാദം കശക്കിയെറിഞ്ഞു. 1979-ൽ ഹവാനയിൽ നടന്ന 6-ാം ഉച്ചകോടിയോടെ നാം അവഗണിക്കാനാകാത്ത വിധം വളർന്നു. ലോക സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്ന അമേരിക്കൻ നടപടി കാസ്ട്രോ തുറന്നുകാട്ടി. ഇസ്രയേലിനും ദക്ഷിണാഫ്രിക്കൻ വർണ്ണവെറിയൻ ഭരണത്തിനും പട്ടാള സ്വേച്ഛാധിപത്യങ്ങൾക്കും നൽകുന്ന സഹായവും 3-ാം ലോക നേതാക്കൾക്കെതിരായ വധശ്രമങ്ങളും അട്ടിമറി നീക്കങ്ങളും എടുത്തു പറഞ്ഞ കാസ്ട്രോയുടെ പ്രസംഗം വികസ്വര ലോകത്തിന്റെ പ്രതിനിധികൾ ഹർഷാരവത്തോടെയാണ് സ്വാഗതം ചെയ്തത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്നുള്ളവായ ഏകധ്രുവ ലോക സാഹചര്യത്തിൽ നാമിനെ സജീവമാക്കുന്നതിലും കാസ്ട്രോ പ്രധാന പങ്കുവഹിച്ചു. വർണ്ണവെറിയൻ ഭരണത്തെ മുട്ടുകുത്തിച്ച് മണ്ടേലയുടെ നേതൃത്വത്തിൽ പുരോഗമന ശക്തികളെ അധികാരത്തിലേറ്റുന്നതിലും പ്രധാന പങ്കാണ് കാസ്ട്രോ വഹിച്ചത്. ന്യൂസ് ഡെസ്ക്. മാർക്സും ഏംഗൽസും തമ്മിലെന്ന പോലെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഹൃദയംഗമമായ വിപ്ലവ സൗഹൃദമായിരുന്നു ഫിദലും ചെഗുവേരയും തമ്മിൽ ഉണ്ടായിരുന്നത്. വ്യക്തി സൗഹൃദങ്ങൾ ചരിത്ര നീക്കങ്ങൾക്ക് ഇന്ധനമാകാമെന്നത് സത്യമെങ്കിൽ ഫിദലും ഹ്യൂഗോ ഷാവേസുമായുള്ള സൗഹൃദം അതിന് അടിവരയിടും.
ലാറ്റിൻ അമേരിക്കയുടെ വിമോചനം സ്വപ്നം കണ്ട് ലോകം ചുറ്റുന്നതിനിടയിൽ 1955 ജൂലൈയിൽ മെക്സിക്കോയിൽ റൗളാണ് ചെഗുവേരയെ ഫിദലിന് പരിചയപ്പെടുത്തിയത്. പിന്നീട് അങ്ങോട്ട് ക്യൂബൻ വിപ്ലവ പോരാട്ടങ്ങളിൽ ഫിദലിന്റെ സന്തത സഹചാരിയായിരുന്നു ചെഗുവേര. കുറച്ചു നാളത്തെ അടുപ്പം കൊണ്ട് തന്നെ ചെഗുവേര എന്ന യുവത്വത്തിന്റെ ആവേശനായകൻ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച നേതാവായിരുന്നു കാസ്ട്രോ. ഏണസ്റ്റോ ഗുവേര സെർണ എന്ന പേരിൽ ചെ എന്ന് കൂട്ടിച്ചേർത്തത് കാസ്ട്രോ ആയിരുന്നു. ഫിദൽ രൂപീകരിച്ച 26 ഓഫ് ജൂലൈ മൂവ്മെന്റ് എന്ന വിപ്ലവ പ്രസ്ഥാനത്തിൽ അംഗത്വം നേടിക്കൊണ്ടാണ് ഫിദലിന്റെ പോരാട്ടങ്ങളിൽ ചെഗുവേരയും ചേരുന്നത്. സംഘത്തിൽ ഡോക്ടറായി തുടങ്ങിയ ചെ ക്യൂബയുടെ സൈനിക കമാൻഡറായി ഉയരുന്നതിനും സൗഹൃദം വഴിയൊരുക്കി. ബാറ്റിസ്റ്റയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളായിരുന്നു ജൂലൈ മൂവ്മെന്റിന്റേത്. 1956 ഡിസംബറിലായിരുന്നു ബാറ്റിസ്റ്റയ്ക്കെതിരെയുള്ള ഫിദലിന്റെയും ചെഗുവേരയുടെയും ആദ്യ പോരാട്ടം. ശക്തമായ ഗൊറില്ലാമുറകളിൽ ബാറ്റിസ്റ്റ ഭരണകൂടത്തിന് താഴെയിറങ്ങേണ്ടി വന്നു. അങ്ങനെ കാസ്ട്രോ അധികാരത്തിലെത്തി. ബൊളിവേറിയൻ വിപ്ലവകാരിയായ ഷാവേസുമായും അടുത്ത ബന്ധമായിരുന്നു ഫിദലിനുണ്ടായിരുന്നത്. സാമ്രാജ്യത്വ പ്രചാരണം ഒട്ടൊക്കെ ഏഷ്യ നാളുകളിൽ ഹ്യൂഗോ ഷാവേസിന്റെ ജനപ്രീതിക്ക് തടയിടാൻ അമേരിക്ക കണ്ടെത്തിയ പ്രധാന പ്രചാരവേലയായിരുന്നു ഷാവേസ് ഫിദൽ സൗഹൃദം. ക്യൂബയും വെനസ്വേലയും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിനാണ് അത് വഴിയൊരുക്കിയത്. ഹവാന സന്ദർശനം വേണ്ടെന്നു വെച്ചില്ലെങ്കിൽ നിശ്ചയിച്ച കൂടിക്കാഴ്ച നടക്കില്ലെന്ന് ക്ലിന്റൺ ഷാവേസിനെ വിരട്ടി. ഒരു സ്വതന്ത്ര രാജ്യത്തിലെ പ്രസിഡന്റിനോടാണിത് പറയുന്നതെന്ന് മറക്കേണ്ടെന്ന് ഷാവേസ് തിരിച്ചടിച്ചു. മോൺട്രിയലിൽ അമേരിക്കൻ ഉച്ചകോടിയിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബുഷ് ഫിദലിനെയും ക്യൂബയെയും പരിഹസിച്ചു. ഫിദലിന്റെ സഹായത്തോടെ നേടിയ മുന്നേറ്റങ്ങൾ ബുഷ് പറഞ്ഞില്ലെങ്കിലും തങ്ങൾ മറക്കില്ലെന്ന് ഷാവേസ് പരിഹസിച്ചു. രോഗബാധിതനായ കാസ്ട്രോയുടെ 80ാം പിറന്നാളിന് ബൊളീവറുടെ കഠാരയാണ് ഷാവേസ് സമ്മാനമായി നൽകിയത്. അർബുദം ബാധിച്ചപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊന്നും പോകാതെ ക്യൂബയിലെ ഡോക്ടർമാരുടെ കൈകളിലാണ് അദ്ദേഹം വിശ്വാസമർപ്പിച്ചതും. ന്യൂസ് ഡെസ്ക്. മരണത്തെ അതിജീവിക്കുന്ന ആശയങ്ങളെക്കുറിച്ചും അനിവാര്യമായ മരണത്തെക്കുറിച്ചും സൂചിപ്പിച്ചായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ ക്യൂബൻ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയുടെ വിടവാങ്ങൽ പ്രസംഗം. അവസാന കാലങ്ങളിൽ വളരെ അപൂർവമായി മാത്രം പൊതുവേദികളിലെത്തിയിരുന്ന പഴയ വിപ്ലവ നായകൻ ഈ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമായിരുന്നു ഹവാന കൺവെൻഷൻ സെന്ററിൽ നടന്നത്. ഫിദൽ കാസ്ട്രോയുടെ മരണം ക്യൂബയുടെ വിനോദസഞ്ചാര മേഖലയെയും സാരമായി ബാധിച്ചു. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തിയിരുന്ന ഹവാനയിലെയും മറ്റ് നഗരങ്ങളിലെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ശൂന്യമാണ്. അതേസമയം വിദേശികളായ വിനോദസഞ്ചാരികളാകട്ടെ ക്യൂബയുടെ ദുഃഖം പൂർണ്ണമായും ഉൾക്കൊണ്ട് ഈ ജനതയുടെ വേദനകളിൽ പങ്കാളികളാവുകയാണ്. ലോകത്തെ ചെറുതും വലുതുമായ എല്ലാ ജനമുന്നേറ്റങ്ങൾക്കും പ്രേരണയും പ്രചോദനവുമായിരുന്നു ഫിദൽ കാസ്ട്രോ. ഐതിഹാസികവും ധീരവുമായ ആ സ്മരണകളുടെ കരുത്തിലായിരിക്കും ഇനി ആധുനിക ലോകവും പുതിയ യുവത്വവും മുന്നേറ്റത്തിൻ്റെ പാതകൾ തേടുക. ഫിദലിൻ്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര നാളെയാണ് രാജ്യത്തിൻ്റെ കിഴക്കൻ പട്ടണമായ സാന്റിയാഗോയിലേക്ക് നീങ്ങുക. ക്യൂബൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഫിദലിൻ്റെ റിബൽ ആർമി നടത്തിയ കാരവൻ ഓഫ് ഫ്രീഡം റാലിയുടെ സ്മരണ പുതുക്കിയാണ് ഈ യാത്ര. യാത്ര അവസാനിക്കുന്നത് സാന്റിയാഗോയിൽ. ഡിസംബർ 4-നാണ് സംസ്കാര ചടങ്ങുകൾ. അതോടെ ലോകത്തിൻ്റെ വിപ്ലവ സൂര്യൻ യാത്രയാകും. എങ്കിലും ചരിത്രത്തിൻ്റെ കനലുകൾ അണയാതെ നിൽക്കും. ആളിക്കത്തിക്കാൻ പുതിയൊരു ശക്തി ഉയർത്തെഴുന്നേൽക്കും വരെ. നമസ്കാരം.